everyone, welcome back to Xylem Learning. SJ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 +2 ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഇന്ന് പഠിച്ചെടുക്കാൻ പോകുന്നത്. യെസ്, ഇമെയിൽ ആണ്. ഇമെയിൽ എന്താണ്, എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ഏതെല്ലാം രീതികളിലാണ് വരിക, ഇതെല്ലാം നമ്മൾ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ പോകുന്നു. ഓക്കെ, നമുക്ക് നേരെ എന്താണ് ഇമെയിൽസ് എന്ന് നോക്കാം അല്ലെ. ഇമെയിൽസ് ആർ എഫിഷ്യന്റ് ആൻഡ് ഫാസ്റ്റ് ഓൺലൈൻ കറസ്പോണ്ടൻസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആയിട്ട് സന്ദേശം കൈമാറുന്ന ഒരു മീഡിയ ആണ്. ഒരു മീഡിയ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാവുന്നതാണ് ഇമെയിലിനെ പറ്റിയിട്ട് കൂടുതലൊന്നും എന്താണെന്നും നമുക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് നോക്കാം എന്തെല്ലാം ഗൈഡ് ലൈൻസ് ആണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളൊരു ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, എക്സാമിനർ നോക്കുന്നത് ഇന്ന കാര്യങ്ങളാണ്. കുട്ടി എഴുതിയതില് ഇന്ന സാധനങ്ങൾ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക്. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കുക, റൈറ്റ് ദ സെൻഡേഴ്സ് ഇമെയിൽ ID in the place provided for that. മുകളിൽ തന്നെ നമ്മൾ സെൻഡേഴ്സ് ഇമെയിൽ ID എഴുതണം. ലെറ്റർ എഴുതുന്ന ആലോചിച്ചാൽ മതി, ഫ്രം അഡ്രസ് എഴുതൂലേ, അതുപോലെ ഇമെയിൽ ID എഴുതണം. രണ്ടാമത്, ഗിവ് ദ മെസ്സേജ് ഓർ മാറ്റർ ഇൻ ദ സബ്ജക്ട്. സബ്ജക്റ്റിൽ നമ്മൾ എന്താണ് ഇതിന്റെ സബ്ജക്ട് എന്ന് നമ്മൾ എഴുതി വെക്കണം. അടുത്ത കോളം, റൈറ്റ് വിത്ത് ഗ്രീറ്റിംഗ്. നമ്മുടെ മെയിൻ ബോഡി ഒന്നു, ഇമെയിലിന്റെ മെയിൻ ബോഡിയിൽ നമ്മൾ ആദ്യം തന്നെ സല്യൂട്ടേഷൻ എന്ന് പറയൂലേ, ഗ്രീറ്റിംഗ്, ഡിയർ സർ, റെസ്പെക്റ്റഡ് സർ, അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഭാഗം. അടുത്തതായിട്ട് നോക്കുന്നത്, സ്റ്റാർട്ട് വിത്ത് ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് വാട്ട് ദ മെസ്സേജ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ നമ്മൾ പറയണം, ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്തിനാണ്, ഞാൻ ഈ ഇമെയിൽ അയക്കുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ആദ്യത്തെ വരികളിൽ തന്നെ, ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഗിവ് നെസസറി ഡീറ്റെയിൽസ് ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ ആവശ്യമായ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇൻ ദ എൻഡ്, അവസാനത്തില് എൻഡിനെ പൊളൈറ്റ് വേ, ഒരു പൊളൈറ്റ് ആയിട്ട് അവസാനിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ യുവർ സിൻസിയർലി, റിഗാർഡ്സ് ഫോർ എന്നൊക്കെ നമ്മൾ എഴുതൂലേ, വിത്ത് റിഗാർഡ്സ് എന്നൊക്കെ എഴുതൂലേ, അങ്ങനെ ഒരു കോമ ഇട്ടിട്ട് എഴുതി വെക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് യുവർ നെയിം ഇൻ ദ അറ്റ് ദ എൻഡ് ഓഫ് ദ മെസ്സേജ്. ആ ഇമെയിലിന്റെ ഏറ്റവും താഴെ നിങ്ങളുടെ പേരും കൂടെ എഴുതി വെച്ചാല്, അല്ലെങ്കിൽ ഇമെയിൽ ID എഴുതി വെച്ചാല് നമ്മുടെ എന്ത് കഴിഞ്ഞു, യെസ്, നമ്മുടെ ഈ പറയുന്ന ഇമെയിലില് പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, എന്നാ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുമല്ലോ അല്ലെ. അപ്പൊ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ലെറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തുള്ളത്, പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു മോഡൽ നോക്കാം. റൈറ്റിംഗ് ആൻ ഇമെയിൽ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The Nature Club of your school has decided to conduct a seminar on disaster prevention. As the secretary of the club, you are asked to invite a distinguished environmentalist, draft a detailed email to send him or her about the seminar. സെമിനാറിന് ഒരാളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ നിങ്ങൾ ഒരു വിശിഷ്ട വ്യക്തിക്ക് അയക്കണം. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ ഫോർമാറ്റ് കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടു അഡ്രസ്. അതിന് മുമ്പേ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രം അഡ്രസ് എഴുതാം, സെൻഡേഴ്സ് അഡ്രസ് എഴുതി വെക്കാം, ഇമെയിൽ ID മാത്രം എഴുതിയാൽ മതി. ഇനി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ടു അഡ്രസ് നിർബന്ധമാണ്. ടു അഡ്രസ് എഴുതണം. ആർക്കാണോ നമ്മൾ അയക്കുന്നത് അയാളുടെ അഡ്രസ് എഴുതാ. റിസീവേഴ്സ് അല്ലെ, റിസീവേഴ്സ് ഇമെയിൽ ID. ശേഷം നമുക്ക് താഴെ CC എന്ന് പറയുന്ന ഒരു കോളം കൊടുക്കാം. BCC എന്നും CC എന്നും ഒക്കെ നമുക്ക് കോളം കൊടുക്കാം. എന്നിട്ട് അവിടെ ഒന്നും എഴുതണമെന്നില്ല, കാർബൺ കോപ്പി എന്നാണ് അതിനർത്ഥം അല്ലെ. CC എന്ന് അവിടെ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ശേഷം സബ്ജക്ട് എഴുതുന്നു. ഇവിടെ ആണെങ്കിൽ സെമിനാർ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സബ്ജക്ട് അല്ലെ, ആ കണ്ടന്റിന്റെ സബ്ജക്ട് നമ്മൾ എഴുതി വെച്ചു. താഴെ സല്യൂട്ടേഷൻ, ഗ്രീറ്റിംഗ്, സർ എന്ന് സ്റ്റാർട്ട് ചെയ്തു. ദ നേച്ചർ ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ disaster prevention in our school on Monday 5th June എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ എന്തിനാണ് ഞാൻ ഈ ഇമെയിൽ അയക്കുന്നത് എന്ന കാര്യം നേരെ പറഞ്ഞു വെച്ചു. മനസ്സിലായില്ലേ? ആസ് യു ആർ എ വെൽ നോൺ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് എൻവയറമെന്റലിസ്റ്റ് ഇൻ കേരള, യു ആർ ദ ആപ്റ്റ് പേഴ്സൺ ടു ഇനോഗ്രേറ്റ് ദ ഇവന്റ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ശേഷം അവസാനിപ്പിക്കുകയാണ് ഒരു പൊളൈറ്റ് വേയില്, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ഫോർ ദ സെമിനാർ ആൻഡ് മേക്ക് ദ ഒക്കേഷൻ ഗ്രേറ്റ്ഫുൾ വിത്ത് യുവർ പ്രസൻസ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. താഴെ താങ്കിങ് യു, താഴെ സെക്രട്ടറി, നേച്ചർ ക്ലബ്ബ്, പേരിന് പകരം നമുക്ക് നമ്മുടെ സ്ഥാനത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ
ക്ലോസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ റിസീവേഴ്സ് ഇമെയിൽ ID പറഞ്ഞു, സബ്ജക്റ്റ് എഴുതി, ശേഷം ഗ്രീറ്റിംഗ് വന്നു, അതുപോലെ തന്നെ പേർപ്പസ് ഓഫ് ദ ഇമെയിൽ അത് എഴുതി, ശേഷം ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുത്തു അല്ലെ, ക്ലോസിംഗും കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വെക്കുന്നത്. ഇനി പരീക്ഷയ്ക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം നോക്കുക. ഫസ്റ്റ് ഇയറിലെ ഒരു ചോദ്യമാണ്. I feel ashamed to face Mrs. Clifford. I feel ashamed to face Mrs. Clifford. Okay, so I wrote a letter to them. അതുകൊണ്ട് ഞാൻ ഒരു കത്ത് എഴുതിയവർക്ക്, announcing my departure and bidding them goodbye. These are Gupta's words in the story Price of Flowers. Write an email that Gupta would have written to Mrs. Clifford. Mrs. Cliffordന് ഗുപ്ത എഴുതുന്ന ഒരു ഇമെയിലാണ് നമ്മളോട് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ആദ്യം എന്തിനെ പറ്റിയിട്ടാണ് ചോദ്യം എന്നൊക്കെ മനസ്സിലാക്കുക. ശേഷം നേരെ നമ്മൾ ആ ഇമെയിലേക്ക് വരാം. ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കണം നമ്മൾ. അപ്പൊ ബോക്സിന്റെ അടിഭാഗം നമ്മൾ ആദ്യം വരക്കണ്ട, കാരണം നമുക്ക് അറിയില്ലല്ലോ എവിടെ നിർക്കാൻ പോകുന്നത്. അപ്പൊ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു വെക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ശേഷം ഇങ്ങനെ മുകളിൽ ഒരു 4 കോളങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. ആദ്യത്തെ കോളത്തിൽ 2 എന്ന് എഴുതുക. 2 ആർക്കാണ്? clifford@gmail.com. ഓക്കെ, ഒരു ഇമെയിൽ ID കൊണ്ട് ഉണ്ടാക്കുക. ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CC കാർബൺ കോപ്പി ഒന്നും വേണ്ട, അവിടെ എഴുതേണ്ട ആവശ്യമില്ല. താഴെ BCC എന്നും വേണമെങ്കിൽ അതിന് BCC ഒരു കുട്ടിക്ക് മറന്നുപോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, CC എഴുതിയാൽ മതി. ഓക്കെ, ശേഷം നമ്മൾ സബ്ജക്റ്റ് പറയണം. സബ്ജക്റ്റ് ഇവിടെ ഇപ്പൊ എന്താ സബ്ജക്റ്റ്? ഗുഡ് ബൈ റിട്ടേണിംഗ് ടു ഇന്ത്യ എന്ന് പറയുന്നിട്ടുള്ള ഒരാളെ പോവാണല്ലോ, അപ്പൊ യാത്രയപ്പിന്റെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. സബ്ജക്റ്റ് ആയിട്ട് താഴെ ഡിയർ മിസസ് ക്ലിഫോർഡ് എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മളൊരു കത്ത് എഴുതുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, വേറെ ടെൻഷൻ ഒന്നും വേണ്ട. ഈ മുകളിൽ പറഞ്ഞ ഈ കോളങ്ങളിൽ എഴുതുന്ന സാധനങ്ങൾ ടു, CC, BCC, സബ്ജക്റ്റ് ഇവന്മാരെ മാത്രം ഓർത്തു വെച്ചാൽ മതി. ഇനി BCC വേണമെങ്കിൽ ഓപ്ഷണലാണ്. ഓക്കെ, അപ്പൊ ഇനി താഴെ നമുക്ക് നോക്കാം എന്തൊക്കെ ഇവിടെ എഴുതിയിട്ടുള്ളത് ലെറ്ററിന്റെ ഒരു ഫോർമാറ്റില്. ടു ബി ഫ്രാങ്ക് വിത്ത് യു, I am in a mental dilemma. ഓക്കെ, ഞാനൊരു മാനസിക പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണ്. Hence, I can't meet you in person to inform you about my departure to India, and more than that, to be a part of your mourning. Mourning എന്ന് പറഞ്ഞാൽ ആ വിലാപത്തിന്റെ, നിങ്ങളുടെ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ എനിക്ക് സാധിച്ചില്ല. I wish I could, but I am ashamed to face you. എനിക്ക് പറ്റുമായിരുന്നു, പക്ഷെ എനിക്ക് എന്താണ് ashamed ആയിരുന്നു നിങ്ങളെ ഫേസ് ചെയ്യാൻ. കാരണം എന്തായിരുന്നു? I should admit I had lied to you and gave you a false hope that your son is alive. It was all a lie. നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ട് കളവാണ്. അത് ഞാൻ ഇന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് അവൻ മരിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഞാൻ ആ പറഞ്ഞ അന്ന് അവൻ ശരിക്കും മരിച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ മടിയാണ്. Firstly, I apologize for that. ആദ്യം തന്നെ ഞാൻ അതിനു വേണ്ടി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. I never wanted to hurt you. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കളവ് പറഞ്ഞത്. I spoke that lie just to see you alive. I hope that positive news about your son would make your health condition better. When your health condition improved, I was happy. Okay, at that moment, because I could do that much for Maggie, my little sister. Who have become an orphan without you. Okay, who would have become an orphan without you. ഇനി അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് I accept this is not at all an excuse for my lie. Yet I want you to know the truth before my departure. Maggie had given me a shilling and asked me to buy some nice flowers to the place on her brother's grave. I assure you, I will certainly do that for you and your daughter. I had spent such nice time with your family during my days here in London. Now I am returning to my country. This is with those sweet memories. You and Maggie will always live in my heart. Do keep in touch. താഴെ my heartfelt condolence. Sorry എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. With love, Mr. Gupta എന്ന് പേര് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ എഴുതേണ്ടത്? ഈ പറയുന്ന ഇമെയിലിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇതാണ് മക്കളെ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ലെറ്ററിന്റെ ഫോർമാറ്റ് ഒക്കെ തന്നെ
മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കോളങ്ങൾ വരച്ചിട്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതണം എന്ന് മാത്രമാണ് ഉള്ളത് പ്രത്യേകമായിട്ടും പറയാൻ. അപ്പോൾ ഇമെയിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. കൂടെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, നമുക്ക് +2 അല്ലെങ്കിൽ +1 എക്സാമിനേഷൻ ആണല്ലോ നമ്മൾ ഹയർ സെക്കൻഡറി ബോർഡിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത്യാവശ്യം വിശദമായിട്ട് കാര്യങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഒരു കുട്ടിയോട് ചോദിക്കാണ് യാത്രയപ്പിന്റെ ഇമെയിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് മാത്രം ഒരു ഇമെയിലിന്റെ ഫോർമാറ്റും വരച്ചു വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടൂല. അതിനെ ഈ പറഞ്ഞ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു കാണുന്നതല്ലേ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയത് കണ്ടില്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഉൾപ്പെടുത്താം. റെഡിയല്ലേ മക്കളെ? സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമെയിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ഡിസ്കോസുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.